ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രഞ്ജി പണിക്കരല്ല. അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങൾ അത് കേട്ടില്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ ആഴ്ചയുടെ കാരണം ഞാൻ പൊളിക്കും. നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതെ, അതുകൊണ്ട് അല്ല, അതുകൊണ്ട് അതാ പറഞ്ഞ മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം. ആ വീരഭദ്രന് കണക്കിന് കിട്ടിയില്ലേ? ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം, അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. ഈ നെഞ്ചത്തോട്ട് കൃഷി ഇറക്കി അങ്ങനെ ഇപ്പൊ ആരും വിളവെടുപ്പ് നടത്തണ്ട. നടക്കുകയല്ല, കുരിശുപള്ളി മാതാവാണ് നടക്കുകയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല, ശിക്ഷിക്കപ്പെട്ടതാരാ? അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാ? ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ നടിക്ക് പൂർണ്ണമായും നീതി കിട്ടി എന്നുള്ളതാണോ? ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? നിങ്ങൾ എന്താ കരുതുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്? പുറത്തുനിന്ന് ആരെങ്കിലും ആണോ? ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ജുഡീഷ്യറി, ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമുനയിലാണോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞൊന്നു പറഞ്ഞ് ഹൈക്കോടതി സംശയം നിലവിലാണെന്ന്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.